പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കാനും മിതത്വം പാലിക്കാനും ആഹ്വാനം ചെയ്തിരുന്നു. ഇത് രാജ്യത്തെ സ്വർണത്തിന്റെ വിനിമയത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. രാജ്യത്ത് സ്വർണ വായ്പകളിൽ വലിയ വർധനവുണ്ടായതായാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർണത്തെ നിഷ്ക്രിയ ആസ്തിയിൽ നിന്ന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ആസ്തിയായി കണക്കാക്കാൻ ഇന്ത്യക്കാർ തുടങ്ങി. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിന് സമ്മർദ്ദം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കണമെന്ന ആഹ്വാനം നടത്തിയത്. ഇന്ത്യക്ക് ആവശ്യമായ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അതിനാൽ സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ ഡോളർ ചെലവ് കുറയ്ക്കാനും വിദേശ നാണ്യ ശേഖരത്തിനുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ സാമ്പത്തികപരമായി കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ഈ പ്രഖ്യാപനത്തിന് കഴിഞ്ഞതായാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കൈവശമുള്ള സ്വർണം സൂക്ഷിച്ചു വെക്കുന്നതിൽ നിന്നും ഫലപ്രദമായി ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. സമീപകാലങ്ങളിൽ ആഡംബരത്തിനല്ലാതെ സ്വർണം എങ്ങനെ ഉപയോഗിക്കാമെന്നതിൽ ജനങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി. സ്വർണം പണ്ടുകാലം മുതൽ ആഭരണമായും സമ്പത്തിന്റെ അടയാളമായുമാണ് ഇന്ത്യയിൽ കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാടിൽ സ്വർണം ഒരു ആഡംബര വസ്തു എന്നതിനേക്കാൾ സുരക്ഷിത നിക്ഷേപമായാണ് വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയും കൈവശമുള്ള സ്വർണം പണയം വെച്ച് വായ്പയെടുക്കുന്നത് ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. രാജ്യത്ത് സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ കയ്യിലുള്ള സ്വർണം വിറ്റഴിക്കുന്നതിന് പകരം പണയം വെച്ച് വായ്പയെടുക്കാനാണ് പലരും താല്പര്യം കാണിക്കുന്നത്. സ്വർണത്തിനെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സൂക്ഷിച്ചുകൊണ്ട് അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ തുടങ്ങിയതായാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിലെ കുടുംബങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏകദേശം 30,000 ടണ്ണിലധികം സ്വർണമാണ് ഇന്ത്യൻ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്ന പ്രവണതയാണ് സാധാരണ കാണുന്നത്. അതുകൊണ്ടാണ് സമ്പത്ത് സംരക്ഷിക്കാനുള്ള മാർഗമായി പലരും സ്വർണം തിരഞ്ഞെടുക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം നഷ്ടപ്പെടുത്താതെ വായ്പയെടുക്കുന്ന പ്രവണത ഗണ്യമായി വർദ്ധിച്ചു. കൃഷി, ചെറുകിട വ്യാപാരം, വിദ്യാഭ്യാസം, ചികിത്സ, മറ്റു വ്യക്തിഗത ആവശ്യങ്ങൾ എന്നിവയ്ക്കായാണ് പ്രധാനമായും സ്വർണ്ണ വായ്പകൾ ഉപയോഗിക്കുന്നത്. മധ്യവർഗ കുടുംബങ്ങളാണ് സ്വർണ്ണ വായ്പയെന്ന ആശയം കൂടുതലായി ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വർണ്ണവില തുടർച്ചയായി ഉയരുകയും സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിക്കുകയും ചെയ്തതോടെ നിക്ഷേപ ലക്ഷ്യത്തോടെ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ആഭരണങ്ങൾ മാത്രമല്ല, ഡിജിറ്റൽ ഗോൾഡ്, സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ ബാറുകൾ എന്നിവയും നിക്ഷേപത്തിനായി വാങ്ങിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്വർണ്ണവില കുറയുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറവിലേക്ക് എത്തിയിരിക്കുകയാണ്. മുൻപുണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന വിലയുമായി നോക്കുമ്പോൾ സ്വർണത്തിന് 30% വെള്ളിക്ക് പകുതിയിലധികവുമാണ് വില കുറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ ഡോളർ ശക്തിപ്പെട്ടതും അവിടുത്തെ ബാങ്ക് പലിശ നിരക്കുകളിൽ വന്ന മാറ്റങ്ങളുമാണ് വില ഇത്രയും താഴേക്ക് പോകാൻ കാരണം. ഭാവിയിലേക്കൊരു സമ്പാദ്യമായി സ്വർണവും വെള്ളിയും വാങ്ങിവെക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് ഇത് പറ്റിയ സമയമാണ്. കയ്യിലുള്ള പണം മുഴുവൻ എടുത്ത് ഒന്നിച്ചു വാങ്ങാതെ വില കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് കുറച്ച് വാങ്ങി സൂക്ഷിക്കുന്നതാണ് ബുദ്ധി. ഇത് ഭാവിയിൽ നല്ലൊരു ലാഭം തരും. എന്നാൽ ദിവസേന സ്വർണം വാങ്ങി വിറ്റ് ലാഭമെടുക്കുന്ന കച്ചവടക്കാർ വിപണിയിലെ ഈ വലിയ കൈച്ചിറക്കങ്ങൾ ഒന്ന് ശാന്തമാകുന്നതുവരെ പുതിയ നിക്ഷേപങ്ങൾക്ക് മുതിരാതെ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.